പൂരാടം പിന്നിട്ടതോടെ ഓണത്തിന്റെ ആഘോഷ തിരക്കിലേക്ക് മലയാളികൾ കടക്കുകയായി. ഉത്രാടവും കടന്നെത്തുന്ന തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. പൂക്കളമൊരുക്കാനും ഓണസദ്യയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാനും പുതിയ വസ്ത്രങ്ങൾ സ്വന്തമാക്കാനും ആളുകൾ വിപണിയിലേക്ക് എത്തുന്നതോടെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഓണത്തിന്റെ തിരക്ക് വർദ്ധിക്കുകയാണ്. ഓണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് വീടുകളും സ്ഥാപനങ്ങളും. പൂരാടം എത്തുന്നതോടെ വീടുകളിലെ ഓണത്തിരക്കിനും മറ്റൊരു താളം കൈവരുന്നു. നേരത്തെ ആരംഭിച്ച പൂക്കളങ്ങൾ കൂടുതൽ വലുതും മനോഹരവുമാക്കാനുള്ള ഒരുക്കത്തിലാണ് പലരും. ഓണപ്പൂക്കളത്തിലെ ഓരോ ദിവസത്തെയും പൂക്കളുടെ വൈവിധ്യം കൂടുന്നതിനൊപ്പം ഓണത്തിന്റെ ആവേശവും ഉയരുകയാണ്. പൂരാടം എത്തിയതോടെ ഓണവിപണിയിലും വലിയ ഉണർവാണ്. വസ്ത്രശാലകൾ, പലചരക്ക് കടകൾ, പച്ചക്കറി വിപണികൾ, പഴം, പൂവിപണികൾ, ബേക്കറികൾ തുടങ്ങി വിവിധ വ്യാപാര മേഖലകളിൽ ഉപഭോക്താക്കളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഓണസദ്യയ്ക്കുള്ള പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും വാങ്ങാൻ കുടുംബങ്ങൾ വിപണിയിലെത്തുന്നു. ഓണക്കാലത്തെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ പൂക്കൾക്കും ഇത്തവണ വലിയ വിപണിയാണ്. വീടുകളിലും സ്ഥാപനങ്ങളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുമുള്ള ഓണാഘോഷങ്ങൾക്ക് പൂക്കളമൊരുക്കുന്നതിനായി പൂക്കൾ വാങ്ങുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. തിരുവോണ സദ്യയ്ക്കുള്ള ഒരുക്കങ്ങളും പല വീടുകളിലും ആരംഭിച്ചു. പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ, പായസത്തിനാവശ്യമായ വിഭവങ്ങൾ തുടങ്ങിയവ മുൻകൂട്ടി വാങ്ങിവെക്കുന്ന തിരക്കിലാണ് കുടുംബങ്ങൾ. ടൗണില് ഇതിപ്പോ ഇന്ന് ഓണം പ്രമാണിച്ച് കറക്റ്റ് നല്ല റഷാണ് ഒന്നാമത്. പിന്നെ എന്താണ് നമ്മുടെ ഓണമല്ലേ, ഇനിയിപ്പോ ഒന്നും പറയാനില്ല. എങ്ങനെ വന്നു ടൗണില് ഞങ്ങൾ KSRTC റോഡ് ഭയങ്കര മോശമല്ലേ. അപ്പൊ അട്ടപ്പാളത്ത് ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ നല്ല റോഡ് നല്ല മോശമായത് കൊണ്ട് KSRTC ബസ്സിലാണ് വന്നത്. മൊത്തം ബ്ലോക്കാണ്. ഒരുപാട് സമയം എടുക്കേണ്ടത്, അതുകൊണ്ടാണ് ഫാമിലിയുടെ വന്നത്. വീടുകളിൽ മാത്രമല്ല, ഹോട്ടലുകളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ഓണസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഓണാഘോഷ പരിപാടികൾക്കായി നേരത്തെ ബുക്ക് ചെയ്ത സദ്യകൾ തയ്യാറാക്കി നൽകാനുള്ള തിരക്കിലാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങളും. ചെറിയ കുടുംബസദ്യ മുതൽ നൂറുകണക്കിന് പേർ പങ്കെടുക്കുന്ന വലിയ ഓണാഘോഷങ്ങൾ വരെയുള്ള പരിപാടികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ആഘോഷത്തിരക്കിനിടെ മഴയുടെ സാധ്യതയും ഇത്തവണ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഓഗസ്റ്റ് 23 മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. മഴ മുന്നറിയിപ്പുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായാൽ ഓണവിപണിയെയും പുറംവേദികളിലെ ആഘോഷങ്ങളെയും ബാധിക്കുമോ എന്ന ആശങ്ക വ്യാപാരികൾക്കും സംഘാടകർക്കുമുണ്ട്. അതേസമയം മഴ ഓണത്തിന്റെ ആവേശത്തിന് തടസ്സമാകില്ലെന്ന പ്രതീക്ഷയിലാണ് പൊതുജനം. പൂരാടം പിന്നിട്ട് ഉത്രാടത്തിലേക്കും പിന്നീട് തിരുവോണത്തിലേക്കുമാണ് ഇനി നാടിന്റെ കാത്തിരിപ്പ്. പൂരാടത്തോടെ ഓണാഘോഷം കൂടുതൽ സജീവമാകുമ്പോൾ കുടുംബസംഗമങ്ങൾക്കും യാത്രകൾക്കും ഓണവിരുന്നുകൾക്കും തുടക്കമാകുന്നു. വിപണിയിലെ തിരക്കിലും പൂക്കളത്തിലെ നിറങ്ങളിലും സദ്യയുടെ ഒരുക്കങ്ങളിലും ആഘോഷങ്ങളിലും ഓണം അതിന്റെ പൂർണ്ണതയിലേക്ക് അടുക്കുകയാണ്. ഇനി കാത്തിരിപ്പിന് അധിക ദിവസങ്ങളില്ല. പൂരാടത്തിന്റെ പടിവാതിൽ കടന്ന് മലയാളിയുടെ സ്വന്തം തിരുവോണം തൊട്ടരികിലെത്തിയിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.